ആലുവയിൽ 12 വയസ്സുകാരിയെ കാണാതായ കേസിൽ ആൺ സുഹൃത്തിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തും. മുർഷിദാബാദ് സ്വദേശിയായ മലീഖിനെതിരെ തട്ടിക്കൊണ്ടുപോകൽ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തും. പെൺകുട്ടിയെ മാതാപിതാക്കൾക്കൊപ്പം വിട്ടു. 12 വയസ്സുകാരിയും മലീക്കും തമ്മിൽ കഴിഞ്ഞ 2 വർഷമായി അടുപ്പത്തിലായിരുന്നു. ബംഗാളിലേക്ക് കൊണ്ടുപോകണമെന്ന കുട്ടിയുടെ ആവശ്യപ്രകാരമാണ് മലീക് കേരളത്തിലേക്ക് എത്തിയത്. ഇന്നലെ 5:30 കുട്ടിയുമായി അങ്കമാലിയിലേക്ക് എത്തി. ബന്ധുവിന്റെ വീട്ടിൽ തങ്ങിയ ശേഷം ബംഗാളിലേക്കുള്ള ട്രെയിനിൽ പോകാനായിരുന്നു തീരുമാനം. ഇതിനിടയിലാണ് പോലീസ് പിടികൂടിയത്. ഈ പെൺകുട്ടി 2 വർഷമായിട്ട് ഈ പയ്യനുമായിട്ട് അടുപ്പമുണ്ട്. നാട്ടിൽ വെച്ച് തന്നെ, മുർഷിദാബാദ് അവരുടെ നാട്ടിൽ വെച്ച് തന്നെ, അവരുടെ നാടിനടുത്ത് തന്നെ ഉള്ള പയ്യനാണ്. ഈ പെൺകുട്ടി അവിടെയാണ് താമസിച്ചിരുന്നത്. അങ്ങനെ അവന് പയ്യനോട്ട് രണ്ടുപേരും പ്രണയത്തിലാണ്. അതനുസരിച്ച് നാട്ടിലേക്ക് പോകാൻ വേണ്ടി തീരുമാനിച്ചതാണ്. ബാക്കിയുള്ള പോക്സോ പരമുള്ള നടപടിക്രമങ്ങളെല്ലാം പോവും. അബ്ഡക്ഷൻ നിൽക്കും. ബാക്കി ഇനിയും മെഡിക്കൽ പരിശോധന നടത്തുമ്പോൾ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ വരും. സ്വന്തം ഇഷ്ടപ്രകാരം പോയതാണെങ്കിലും പെൺകുട്ടിക്ക് പ്രായമാകാത്തതിനാൽ യുവാവിനെതിരെ ഗുരുതര വകുപ്പുകൾ ചുമത്തും. ഇയാളെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. പെൺകുട്ടിക്ക് കൗൺസിലിംഗ് നൽകുമെന്ന് പോലീസ് അറിയിച്ചു. 24 കൊച്ചി. കൂടുതൽ വിവരങ്ങളുമായി സ്മിത ഹരിദാസ് ആലുവയിൽ നിന്ന് ചെയ്യുന്നുണ്ട്. സ്മിത, ഗുഡ് മോർണിംഗ്. ഒരുപക്ഷെ ഈ ആലുവയിലെ ഈ സംഭവം അത് നമ്മളെ ഇന്നലെ ചെറിയ രീതിയിൽ അസ്വസ്ഥപ്പെടുത്തിയിരുന്നു. കാരണം നമ്മുടെ മനസ്സിലുള്ളത് കഴിഞ്ഞ വർഷം നടന്ന പെൺകുട്ടിയുടെ മരണമാണ്, കൊലപാതകമാണ്. ആ വാർത്ത നമ്മളിൽ ഉണ്ടാക്കി നടുക്കം അത് വലുതാണ്. ആ സമയത്ത് തന്നെ ചർച്ചയായ കാര്യമാണ് ആ മേഖലയിൽ, പ്രത്യേകിച്ചും ഈ അതിഥിത്തൊഴിലാളികളുടെയൊക്കെ വാസസ്ഥലങ്ങളിലൊക്കെ ഉണ്ടാകുന്ന ഇത്തരം സംഭവങ്ങൾ അത് ആവർത്തിക്കപ്പെടുന്നുണ്ട്. അതിൽ കൃത്യമായ ഒരു ഇടപെടൽ ഉണ്ടാവണമെന്ന്. അതിന് പിന്നാലെയാണ് ഈ തട്ടിക്കൊണ്ടുപോലൊക്കെ സംഭവിച്ചത്. അപ്പോൾ എന്താണ് നമുക്ക് അവിടെ എത്തിയപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്? പോലീസിന്റെ ഭാഗത്ത് നിന്ന് കൃത്യമായ രീതിയിലുള്ള ഒരു ഫോളോ അപ്പ് ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടില്ല എന്നാണോ ആ മേഖലയിൽ? പ്രജിൻ, നമ്മളിപ്പോൾ അതിരാവിലെ തന്നെ ഈ കുട്ടി താമസിച്ച കുട്ടിയുടെ വീട്ടില് മുന്നിലാണ് നിൽക്കുന്നത്. ഇവിടെ തൊട്ടടുത്ത് അതിന്റെ ഉടമയുമുണ്ട്. ആ വീട്ടുടമ അതിന്റെ പുറകിൽ ഒരു ചെറിയ വീട്ടിലാണ് ഇവർ താമസിക്കുന്നത്. നമ്മളിവിടെ എത്തിയപ്പോൾ കുട്ടിയുടെ മാതാപിതാക്കൾ ഇവിടെ ഇല്ല, കുട്ടിയുമില്ല. പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിട്ടയച്ചിട്ടില്ല. കാരണം നടപടിക്രമങ്ങളുണ്ട്, പിന്നെ കുട്ടിക്ക് കൗൺസിലിംഗ് കൊടുക്കണം. ആ രീതിയിലുള്ള നടപടികൾ ഉള്ളത് കൊണ്ട് തന്നെ മാതാപിതാക്കൾക്കൊപ്പം കുട്ടി ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലാണ് ആലുവയിലുള്ളത്. നമ്മൾ ഈ വീട്ടിൽ ചെന്നപ്പോൾ അവിടെ ഉള്ളത് കുട്ടിയുടെ ഒരു ബന്ധുവാണ്, അച്ഛന്റെ അനുജൻ എന്നാണ് പറഞ്ഞത്. നമ്മളോട് സംസാരിച്ചു ഈ ബന്ധു. അപ്പോൾ പറഞ്ഞത് 1 മാസമേ ആയിട്ടുള്ളൂ ഈ കുട്ടി ഇവിടെ വന്നിട്ട്. അച്ഛനും അമ്മയും 6 മാസമായിട്ട് ഈ വീട്ടിലുണ്ട്. കുട്ടിയെയും കൊണ്ട് ഈ ബന്ധു ആണ് 1 മാസം മുമ്പ് ഇവിടെ എത്തിയത്. കുട്ടിക്ക് 12 വയസ്സ് എന്നാണ് ബന്ധു നമ്മളോട് പറഞ്ഞത്. ഈ കുട്ടി 4 മണിയോടുകൂടി ഈ ജംഗ്ഷൻ വരെ പോയിട്ട് തിരിച്ചു വരുന്നത് കണ്ടു എന്ന് നമ്മളോട് ഇപ്പോൾ ഈ വീടിന്റെ ഉടമയും പറഞ്ഞു. കുട്ടി ഇവിടെ വന്ന് ആരെയോ കാത്തു നിൽക്കുന്നത് പോലെ നിൽക്കാറുണ്ട് എന്നുള്ളൊരു കാര്യവും അദ്ദേഹം പറയുകയുണ്ടായി. പക്ഷെ ചെറിയൊരു കുട്ടിയാണ്, 12 വയസ്സേ ഉള്ളൂ ഈ കുഞ്ഞിന്. അത് തന്നെയാണ് ഈ സംഭവത്തിന്റെ ഒരു ഗൗരവാവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നത്. ഈ കുട്ടിക്കെതിരെ ഈ 2 യുവാക്കളെ പിടികൂടി. അത് ബന്ധുക്കളാണെന്നാണ് നേരത്തെ ലഭിച്ചിരുന്ന വിവരം. പക്ഷെ നമ്മളിപ്പോൾ ഈ ബന്ധുവിനോട് ചോദിച്ചപ്പോൾ അവർ ബന്ധുക്കളല്ല എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. പക്ഷെ നാട്ടിൽ നിന്ന് വന്നവരാണ്, മുർഷിദാബാദിൽ നിന്ന് വന്നവരാണ്. ഈ മലയ്ക്കും മറ്റൊരു യുവാവുമുണ്ട്. അവർ അവിടെ നിന്ന് എത്തിയതാണ്. ഈ കുട്ടിയെ അവർ കടത്തിക്കൊണ്ടു പോവുകയായിരുന്നു എന്നാണ് അവർ പറയുന്നത്. അതുകൊണ്ട് തന്നെ പരാതി ഉണ്ട് അവർക്ക്. പരാതിയുമായി മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. ഇന്നിപ്പോൾ പോലീസ് സ്റ്റേഷനിൽ തന്നെയാണ് മാതാപിതാക്കളും കുട്ടിയും ഉള്ളത്. അത് കുട്ടിയെ വിട്ടയക്കുന്നതിന് കൗൺസിലിംഗ് ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ പോലീസ് കൃത്യമായി അന്വേഷിച്ചു എന്ന് തന്നെയാണ് ഈ ബന്ധു നമ്മളോട് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ അങ്കമാലി എന്ന സ്ഥലത്ത് നിന്ന് മറ്റ് ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് കൂടെ നിന്നാണ് ഈ കുട്ടിയെ കിട്ടിയത് എന്നാണ് ഇപ്പോൾ ബന്ധു നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ തീർച്ചയായിട്ടും പരാതി പിൻവലിക്കുന്നില്ല. പരാതിയുമായി മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. കാരണം 12 വയസ്സേ ഉള്ളൂ ഈ കുട്ടിക്ക് കൃത്യമായി കാര്യങ്ങൾ തിരിച്ചറിയാനോ ഒരു പക്വത വന്നിട്ടില്ലാത്ത കുട്ടിയാണ്. അതുകൊണ്ട് തന്നെ ഇത് ഏത് രീതിയിൽ സംഭവിച്ചു, ഈ രീതിയിലുള്ള ആ ഒരു പരാതിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഇവരുടെ തീരുമാനമെന്നാണ് ഇപ്പോൾ ബന്ധു നമുക്ക് നൽകിയ വിവരം. ഇനി മറ്റു ചില കാര്യങ്ങളിലേക്ക് കടന്നാൽ തീർച്ചയായിട്ടും കുട്ടി സമ്മതത്തോടു കൂടിയാണോ പോയത്? ദൃശ്യങ്ങളിൽ കാണുമ്പോൾ കുട്ടി തനിച്ചാണ് പോകുന്നത്. പക്ഷെ തൊട്ടടുത്ത വീടിന്റെ ഉടമ പറഞ്ഞത് 4 മണിയോടുകൂടി ആ ജംഗ്ഷനിൽ വരെ കുട്ടി ചെല്ലുകയും കുറച്ചൊരു സംശയം തോന്നുന്ന രീതിയിൽ കുട്ടിയെ അവിടെ കാണുകയും മറ്റൊരാൾ അവിടെ ഉണ്ടായിരുന്നോ എന്നൊരു സംശയമൊക്കെ പറഞ്ഞിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്ന് വിടുകയും ചെയ്ത ഒരു സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതിനുശേഷം കുട്ടി കുറച്ചും കൂടി നന്നായി ഡ്രസ്സൊക്കെ ചെയ്തിട്ടാണ് പിന്നെ ആ പോകുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ CCTV ദൃശ്യങ്ങളിൽ നിന്ന് കാണുന്നത്. അപ്പൊ കുട്ടിക്ക് ഇത് ആ യുവാവുമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ, ആശയവിനിമയം ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമുണ്ട്. അക്കാര്യങ്ങളെ കുറിച്ചൊക്കെ കൂടുതൽ നമുക്ക് വ്യക്തത വരേണ്ടിയിരിക്കുന്നു. 1 മാസമേ ആയിട്ടുള്ളൂ കുട്ടി ഇങ്ങോട്ട് വന്നിട്ട്. ഇവിടെ വന്നു. ഇവിടെ ഈ കുട്ടിയുടെ അച്ഛനും അമ്മയും, അമ്മ കുറെ വർഷങ്ങളായി 6 വർഷമായി അമ്മയും അച്ഛനും ഇവിടെ ഉണ്ട്. അമ്മ ഇവിടെ അടുത്തൊരു കമ്പനിയിൽ ജോലി ചെയ്യുന്നു, അച്ഛനും ജോലി ചെയ്യുന്നുണ്ട്. ഈ കൂടെ വന്നിട്ടുള്ള ബന്ധുവും അവരെ അസിസ്റ്റ് ചെയ്യുന്ന രീതിയിൽ ഹെൽപ്പറായിട്ട് ജോലി ചെയ്യുന്നുണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞത്.
പറഞ്ഞത്. അപ്പൊ അതാണ് അവരെ കുറിച്ചുള്ള വിവരങ്ങൾ. ഏറ്റവും പുതിയ വിവരങ്ങൾ അത് തന്നെയാണ്. ബന്ധു പറഞ്ഞത് പരാതിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. ശരി, സ്മിത ഹരിദാസ് ആണ് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ആലുവയിൽ 12 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയ കേസിലാണ് ഇപ്പോൾ ആൺസുഹൃത്തിന്റെ അറസ്റ്റ് ഉണ്ടാകുമെന്ന വാർത്ത പുറത്തുവരുന്നത്.